Now round 4. Power of 2. രണ്ടിലുണ്ട് നേട്ടം. ഈ രണ്ടിലുണ്ട് നേട്ടം എന്ന് പറയുന്ന ഈ ഒരു റൗണ്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദിസ് ഇസ് എൻ എലിമിനേഷൻ. ഈ ടീമില് ഒരു ടീമേ അടുത്ത ഇതിലേക്ക് പോകുള്ളൂ, അല്ലെങ്കിൽ ആരും പോവില്ല. മെഗാ റൗണ്ടിലോട്ട് കടക്കാനുള്ള ഫസ്റ്റ് ചാൻസ് ആണിത്. ഈ മെഗാ പ്രൈസ് എന്ന് പറയുന്ന റൗണ്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ എന്ന് പറയുന്നത് സ്കൂട്ടറും കാറും. അപ്പൊ ആ റൗണ്ടിലേക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ചോദ്യങ്ങൾ ഓപ്പൺ ക്വസ്റ്റ്യൻസ്, ബസർ അടിച്ച് നിങ്ങൾക്ക് ഉത്തരം പറയാം. പക്ഷേ കണ്ടീഷൻ, ഈ ടീമിൽ ഏതെങ്കിലും ഒരു ടീം 2 ചോദ്യങ്ങളെങ്കിലും ശരിയായ ഉത്തരം പറഞ്ഞിരിക്കും. അങ്ങനെ പറയുന്ന ടീമിന് അകത്ത് പോയി ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് അവിടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്, ആ ഗിഫ്റ്റ് സ്വന്തമാക്കാനുള്ള അവസരം ഉണ്ടാവും. ആ ഗിഫ്റ്റുമായി പുറത്ത് വന്നു കഴിഞ്ഞാൽ മെഗാ പ്രൈസ് റൗണ്ടിലേക്ക് കടക്കാം. ഓക്കെ, തുടങ്ങാം നമുക്ക്. റെഡി ഫോർ റൗണ്ട് 4? Ready. ക്വസ്റ്റ്യൻ നമ്പർ 1. ചൈനീസ് കലണ്ടർ പ്രകാരം 2025 ഏത് ജീവിയുടെ വർഷമാണ്? ചൈനീസ് കലണ്ടർ പ്രകാരം Snake. ഇയർ ഓഫ് ദ സ്നേക്ക്. Yeah. Think so. Yeah. Last year was തൊട്ട് മുമ്പത്തെ വർഷം എന്തായിരുന്നു? dragon. ഇയർ ഓഫ് ദ ഡ്രാഗൺ. Yeah. അപ്പൊ ഈ വർഷം ഇയർ ഓഫ് ദ സ്നേക്ക്. Snake. I think so. Yeah. ഒരു പാമ്പിന്റെ ഒക്കെ പേരിൽ ഒരു വർഷം കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പണിയാവൂലേ അത്? Thinks I'm not sure. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത് പാമ്പെന്ന് പറയുന്നത് ശരിയായ ഉത്തരവാണെന്ന്? അറിയില്ല. എല്ലാ വർഷവും ചൈനീസ് കലണ്ടറിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ലൂണ കലണ്ടറാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ അവരുടെ ഇതിനകത്ത് ഓരോ മൃഗങ്ങളാണ് അവര് ഇത് ചെയ്യുന്നത്. അപ്പൊ ഓരോ വർഷത്തിനും അവർ ഓരോ മൃഗത്തിനെയാണ് വച്ചിരിക്കുന്നത്. ഇപ്പോ ഈ വർഷം എന്ന് പറയുന്നത് 2025 എന്ന് പറയുന്ന വർഷം ഇയർ ഓഫ് ദ സ്നേക്ക്. That's because ഞാൻ ഷൂസ് ഫോളോ ചെയ്യുന്നുണ്ട്. I'm a sneaker. എനിക്ക് സ്നീക്കേഴ്സ് ഇഷ്ടം. ഈ വർഷം it was last year snake. ഏത് സ്നീക്കറാ ഇത് വാങ്ങിച്ചത്? എനിക്ക് മനസ്സിലായതാ ഈ കാലിട്ടേക്കുന്നത് ഫോം റണ്ണർ അല്ലേ, ആഡിഡാസ് അല്ലേ? അപ്പൊ നൈക്കിയുടെ എഡിഷൻ വന്നത് സ്നീക്കിന്റെ ആയിരുന്നു. നൈസ്. അപ്പൊ എന്താ അതുകൊണ്ട് ഗുണം ഉണ്ടായി. സ്നീക്കർ ഹെഡ് ആയതുകൊണ്ടുള്ള ഗുണം കണ്ടില്ലേ? അടുത്ത ഉത്തരം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഔട്ടാണ്. മനസ്സിലായല്ലോ? അടുത്ത ഉത്തരം നിങ്ങൾ പറഞ്ഞ് ശരിയാക്കിയാൽ യു ആർ ഇൻ. അടുത്തത് നമ്മള് പോവാം, മുന്നോട്ട് പോവാം. അടുത്തത് പക്ഷേ അവരാണ് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ചാൻസ്. ഓക്കെ, ഹാൻഡ്സ് ഓൺ ദ ബസർ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഹിന്ദു വിശ്വാസം അനുസരിച്ച് ശിവൻ താണ്ഡവമാടുമ്പോൾ നന്ദി വായിച്ചുകൊണ്ടിരിക്കുന്ന സംഗീതോപകരണം എന്താണ്? ഉടുക്ക്. ആരാണ് താണ്ഡവം ആടുന്ന സമയത്ത് ആരുടെ കയ്യിലായിരിക്കും ഉടുക്കുന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടാണോ പറയുന്നത്? ശിവന്റെ കയ്യിലിരിക്കുന്നു. ഉടുക്ക് ആരുടെ കയ്യിലായിരിക്കും? ഉടുക്ക് ശിവന്റെ കയ്യിലാണ്. നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? യെസ്. മൃദംഗം. ഏതാണ് ഉത്തരം? ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പറയാം. മൃദംഗമാണോ ഉത്തരം? അതെ, മൃദംഗം എന്നുള്ള ഒഫീഷ്യൽ ആൻസർ ആയിട്ട് എടുത്തോട്ടെ. എടുക്കാം. ഓക്കെ, അങ്ങനെ ആവുമ്പോ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃദംഗം എന്നുള്ള ഉത്തരം ശരിയായതുകൊണ്ട് now we decide. Question number 3. രണ്ടുപേർക്ക് ഓപ്പൺ ക്വസ്റ്റ്യൻ. Hands on the buzzer. Whoever answers gets the chance to go in, face the task, win an absolutely fabulous gift. കേട്ടാ, അകത്ത് പോയി ഒരു ഉഗ്ര സമ്മാനം സ്വന്തമാക്കാനുള്ള അവസരമാണ്. റെഡി? ക്വസ്റ്റ്യൻ നമ്പർ 3. മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ബൈചുങ് ഭൂട്ടിയ തന്റെ വിടവാങ്ങൽ മത്സരത്തിൽ ഏത് യൂറോപ്യൻ ടീമിനെതിരെയാണ് കളിച്ചത്? Take a wild guess. യൂറോപ്യൻ ടീമാണെന്ന് പറഞ്ഞു. യൂറോപ്യൻ ടീമിൽ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ. യൂറോപ്യൻ ടീം. ഇറ്റ് ഷുഡ് ബി ഏതാണെന്നുള്ളത് ആലോചിച്ചിട്ട് പറയാം. പോർച്ചുഗൽ ആണെന്നാണ് ഉത്തരം പറയുന്നത്. 5, 4 കഴിഞ്ഞു. അത് പോർച്ചുഗൽ തെറ്റുത്തരം. You have a chance. Go on. Chris. Say France. I have not heard. Right. France. It's a German club. Bayern Munich എന്നാണ് ക്ലബിന്റെ പേര്. Bayern Munich. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ചോദിച്ച ക്ലബ് അല്ല, വേറെ ചിന്തിക്കാനാ പറഞ്ഞത്. അപ്പൊ എന്നിട്ട് നേരെ രാജ്യത്തിലോട്ട് പോയി. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. I think it was a little bit of a last question. കുറച്ച് ഒരു സ്പോർട്സ് എന്തൂസിയസ്റ്റിനൊക്കെ പറയാൻ പറ്റുന്ന, പ്രത്യേകിച്ച് ഫുട്ബോൾ നമ്മളുമായിട്ട് ബന്ധമേ ഇല്ല. അതെ, പക്ഷെ ബ്രില്യന്റ്ലി പ്ലേഡ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ
ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.